നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. നവകേരള സദസ്സ് തലസ്ഥാനത്ത് ഇന്ന് സമാപിക്കും. ജനങ്ങൾക്ക് വീട്ടുമുറ്റത്ത് ക്യാബിനറ്റ് എത്തിയ സന്തോഷമെന്ന് മന്ത്രി കെ രാജൻ. പക്ഷേ ലോകജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു സദസ്സിലേക്ക് നാട് മുഴുവൻ വരിക, വീടിന്റെ മുമ്പിൽ ക്യാബിനറ്റ് എത്തിച്ചേരുമ്പോൾ ആഹ്ലാദത്തോടെ അതിനെ സ്വീകരിക്കുക. 62 ലക്ഷം മറിയക്കുട്ടിമാർക്ക് പെൻഷൻ നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. അപ്പോൾ അങ്ങനെ മറിയക്കുട്ടിക്ക് അടക്കം കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ മുൻകൈയെടുത്ത് 62 ലക്ഷം ആക്കാണ്. അതിന് കോടാനും കോടി രൂപ വേണം. ഈ മറിയക്കുട്ടിക്ക് 600 രൂപയിൽ നിന്ന് ഉമ്മൻചാണ്ടി കൊടുത്തതിൽ നിന്ന് ഞങ്ങൾ 1100 എത്തിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും പ്രതിഷേധ സാധ്യത. KPCCയുടെ DGP ഓഫീസ് മാർച്ച് ഇന്ന്. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. ചാലക്കുടിയിൽ പോലീസും SFI ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേർക്കുനേർ. സംഘർഷത്തിനായവില്ല. 5 ഡിവൈഎഫ്ഐ പ്രവർത്തകർ കസ്റ്റഡിയിൽ. വണ്ടിപ്പെരിയാർ കേസിൽ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പ്രതിയെ വിട്ടയച്ച കട്ടപ്പന പ്രത്യേക കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ. അങ്കമാലി അതിരൂപത കുർബാന ഏകീകരണത്തിൽ അവ്യക്തത. ഔദ്യോഗിക തീരുമാനം വൈകുന്നു. ഏകീകൃത കുർബാന സമയത്തിൽ തീരുമാനമായില്ല. മണ്ഡലപൂജയ്ക്കൊരുങ്ങി സന്നിധാനം. വൻ ഭക്തജന തിരക്ക്. പമ്പ മുതൽ നിയന്ത്രണങ്ങൾ. ആറന്മുളയിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു. Alvarez! The trophy is heading to Manchester. ക്ലബ് ലോകകപ്പ് മാഞ്ചസ്റ്റർ സിറ്റിക്ക്. ഫ്ലൂമിനൻസിനെ തോൽപ്പിച്ചത് 4 ഗോളിന്. ജൂലിയൻ അൽവാരസിന് ഇരട്ട ഗോൾ. സിറ്റിയുടെ കിരീട നേട്ടം ഇതാദ്യം. Manchester City are crowned FIFA Club World Champions. They won it in style here against Fluminense. They won it with plenty to spare. You might argue it wasn't much of a contest today. സംസ്ഥാന മന്ത്രിസഭയുടെ കേരള പര്യടനമായ നവകേരള സദസ്സിനായി ഇന്ന് സമാപനം. പ്രഭാത യോഗത്തോടെ അല്പസമയത്തിനകം സമാപന ദിനത്തിലെ പരിപാടികൾ തുടങ്ങും. കഴിഞ്ഞ മാസം 17-ന് മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച് നവകേരള സദസ്സ് 37-ാം ദിനത്തിലാണ് സമാപിക്കുന്നത്. യാത്ര തുടങ്ങുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരായിരുന്നുവെങ്കിൽ യാത്ര സമാപിക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ മുന്നണികൾ പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഇന്ന് കനത്ത പ്രതിഷേധമുണ്ടാകാനാണ് സാധ്യത. അതേസമയം നവകേരള സദസ്സിന് ബദലായി UDF തുടങ്ങിയ കുറ്റവിചാരണ സദസ്സ് എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന മന്ത്രി കെ രാജൻ. വീടുകൾക്ക് മുന്നിൽ ക്യാബിനറ്റ് എത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു കേരളത്തിലെ ജനങ്ങളെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. വലിയ അനുഭവമാണ്. ഒരുപക്ഷെ ലോകജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു സദസ്സിലേക്ക് നാട് മുഴുവൻ വരിക, വീടിന്റെ മുമ്പിൽ ക്യാബിനറ്റ് എത്തിച്ചേരുമ്പോൾ ആഹ്ലാദത്തോടെ അതിനെ സ്വീകരിക്കുക. വടക്കൻ ജില്ലകൾ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കണ്ട അത്ഭുതകരമായ ഒരു കാഴ്ച, വീടിന്റെ മുമ്പിലൂടെ പോകുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടത്തിന്റെ വാഹനത്തിന് മുമ്പിൽ പൂത്തിരി കത്തിച്ചും വീട്ടിലെ അമ്മമാർ ചെരാത് കത്തിച്ചും മെഴുകുതിരി കത്തിച്ചും പൂവെറിഞ്ഞുമൊക്കെ യാത്രയെ സ്വീകരിക്കുക. ഒരു ഗവൺമെന്റിനെ കേരളം അതിന്റെ വീട്ടുമുറ്റത്തേക്ക് സ്വീകരിക്കുന്ന ഒരു അനുഭവം. അല്ല, ഈ 140 നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്ന ജനസദസ്സിന്റെ അതേ സ്ഥലത്ത് അതിനേക്കാൾ കൂടുതൽ ആളെ വെച്ച് നടത്തുന്ന കുറ്റവിചാരണ സദസ്സ് കേൾക്കാനില്ല. ഞങ്ങൾ കാണാത്തതുകൊണ്ടുള്ള കുഴപ്പമാണോ എന്നറിയില്ല. ആദ്യം കുറേശ്ശെ ആളെയൊക്കെ വെച്ചിട്ട് 13 കേന്ദ്രത്തിലോ മറ്റോ കണ്ടില്ല. ഇപ്പൊ ഒന്നും കേൾക്കാനില്ല. മറിയക്കുട്ടിക്ക് മാത്രമല്ല, മറിയക്കുട്ടിയെ പോലുള്ള കേരളത്തിലെ 62 ലക്ഷം മറിയക്കുട്ടിമാർക്ക് പെൻഷൻ നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മറിയക്കുട്ടിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. പെൻഷൻ 600 രൂപയിൽ നിന്നും 1600 രൂപയാക്കിയത് LDF സർക്കാരാണ്. സംസ്ഥാനത്തിന് നൽകേണ്ട പണം കേന്ദ്രം തരുന്നില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. നവകേരള സദസ്സിന് നൽകിയ ജനപിന്തുണയാണ് പ്രതിപക്ഷ സമരത്തിന് കാരണമെന്നും സജി ചെറിയാൻ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രതിപക്ഷം ഇത്രയും വൈകാരികമായി പ്രശ്നത്തെ കാണുന്നത് അതിന്റെ കാരണം ഈ ജനപിന്തുണയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ജനപിന്തുണയും ജനങ്ങളുടെ സാന്നിധ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ഇടപെടൽ പ്രതിപക്ഷം നടത്തി. ബഹിഷ്കരിച്ചു, വാഹനത്തിലെത്തുന്നു, കരിങ്കൊടി കാണിച്ചു, വണ്ടിയുടെ മുമ്പ് ചാടി മരിക്കാൻ വന്നു.
മുഖ്യമന്ത്രി മന്ത്രിമാരെ ആക്ഷേപിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവര് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഞങ്ങൾ ചില രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് മറിയക്കുട്ടി പോലുള്ളവർ പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ്, അതാണ് നമ്മൾ കാണേണ്ടത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ 18 മാസം കുടിശ്ശികയായിരുന്നു. ആ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്ത് ഈ അവസാന നിമിഷം വരെയുള്ള പണവും കൊടുത്തു. ഇനിയും 2-3 മാസം കുടിശ്ശികയാണ് കൊടുക്കാൻ, അതിപ്പോൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ മറിയക്കുട്ടിക്ക് അടക്കം കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ മുൻകൈയെടുത്ത് 62 ലക്ഷം ആക്കാണ്. അതിന് കോടാനുകൂടി രൂപ വേണം. ഈ മറിയക്കുട്ടിക്ക് 600 രൂപയിൽ നിന്ന് ഉമ്മൻചാണ്ടി കൊടുത്തതിൽ നിന്ന് ഞങ്ങൾ 1200 എത്തിച്ചു. ഉമ്മൻചാണ്ടി 100 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 500 രൂപ VS ഗവൺമെന്റ് കാലത്താണ് വന്നത്. അതിൽ 100 രൂപയാണ് ഉമ്മൻചാണ്ടി സാർ വർദ്ധിപ്പിച്ചത്. 1600 എത്തി, സമയബന്ധിതമായി കൃത്യമായി കൊടുത്തു. എവിടെയാണ് പ്രശ്നം വന്നത്? സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണം കേന്ദ്രം തരുന്നില്ല. ചിലപ്പോൾ ഇനി കുടിശ്ശിക വരും, ചിലപ്പോൾ ശമ്പളത്തിന് കുടിശ്ശിക വരും, വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു. അപ്പൊ കിബി എടുത്ത പണം അത് പൊതുകടമായിട്ട് അംഗീകരിച്ച് വന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ വികസനത്തെയാണ് തടസ്സപ്പെടുന്നത്. ഈ പ്രശ്നം എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ഇതാണ് മാധ്യമങ്ങളും ഇതാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ മറിയക്കുട്ടിക്ക് 1600 കൊടുക്കുന്ന നല്ല പ്രശ്നം. മറിയക്കുട്ടിയെ പോലുള്ള കേരളത്തിൽ 62 ലക്ഷം മറിയക്കുട്ടിമാർക്ക് പെൻഷൻ കൊടുക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കൊടുത്തിരിക്കും. അതിന് അവര് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ആ പാവത്തിനെ വിളിച്ചുകൊണ്ടുപോയി കോടതി കേസ് കൊടുത്തു. കോടതിയുടെ മുമ്പിലേക്ക് അഭിഷേധിക്കുക, അത് കോടതി പറയട്ടെ. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാൻ, 1 മാസത്തിലധികം നീണ്ടുനിന്ന നവകേരള സദസ്സിന് ഇന്ന് തലസ്ഥാനത്ത് വട്ടിയൂർക്കാവിൽ സമാപനമാവുകയാണ്. ബാക്കിയുള്ള 4 മണ്ഡലങ്ങൾ, എറണാകുളത്തെ 4 മണ്ഡലങ്ങൾ മിച്ചമുണ്ട്. അത് ജനുവരി ആദ്യവാരം തന്നെ അവിടെയും സദസ്സ് നടത്തുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് സമാപന പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്? ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? വലിയ വിജയമാണ് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണോ സർക്കാരിന് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴുമുള്ളത്? രഞ്ജിനി, മഞ്ചേശ്വരത്ത് നിന്ന് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് നവംബർ 17 ആരംഭിച്ച യാത്രയാണ് 36 ദിവസം പിന്നിട്ട് ഈ 37ാം ദിനം തലസ്ഥാനത്ത് സമാപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ സർക്കാർ തലത്തിൽ പൂർത്തിയായിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം, കൊല്ലം വരെ ഈ യാത്രയ്ക്ക് ഉണ്ടായ അനുഭവമല്ല കൊല്ലത്ത് തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ. കാരണം പ്രതിപക്ഷ പ്രതിഷേധം വലിയ ശക്തമാണ്. അത് ഇന്നലെ അടക്കം വലിയ തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് പാറശാലയിലും അരുവിക്കരയിലുമൊക്കെ മാറുന്ന, നെയ്യാറ്റിക്കരയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് വെഞ്ഞാറമൂട്ടിലും ഇതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ പേരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീടിന് നേരെ BJP അനുകൂല പ്രവർത്തകരുടെ അക്രമം ഉണ്ടായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പോലീസ് നടപടികളെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയ അക്രമ സംഭവങ്ങളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്നും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് അതീവ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ RDR കൺവെൻഷൻ സെന്ററിലാണ് പ്രഭാത യോഗം. 4-5 മണ്ഡലങ്ങളിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സംവദിക്കും. അതിനുശേഷം വൈകുന്നേരമാണ് വട്ടിയൂർക്കാവിൽ വെച്ച് പോളിടെക്നിക് ഗ്രൌണ്ടിൽ വെച്ച് നവകേരള സദസ്സിന്റെ സമാപന യോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് കനത്ത സുരക്ഷയാണ് എല്ലാ സ്ഥലങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വാങ്ങിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് എടുത്ത നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് 2 മാർച്ചുകൾ നടക്കാനിരിക്കുകയാണ്. അങ്ങനെ സംഭവ ബഹുലമാണ് ഇന്നത്തെ പകൽ. കാരണം സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസമായി തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒടുവിൽ നവകേരള സദസ്സ് കൂടി നഗരത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രതിഷേധം ഒരു വശത്ത് കടുക്കുന്നു. അതിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ഇടത് സഹയാത്രികർ, ഒപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് സംരക്ഷണമൊരുക്കി തെരുവിലിറങ്ങുന്ന സാഹചര്യം, അത് പലപ്പോഴും നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് മാറുന്ന കാഴ്ചകളാണ് ഇന്നലെ കേരളം കണ്ടത്. ഇന്ന് അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സുരക്ഷാ മുൻകരുതലുകളുമായി പോലീസും നഗരത്തിലുണ്ട്. രഞ്ജിനി, യെസ്, നവകേരള സദസ്സിന്റെ അവസാന ദിനത്തെ പ്രഭാത യോഗം തിരുവനന്തപുരത്തെ RDR കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നുണ്ട്. അവിടെ നിന്നും BB അരുൺ കൂടി ചെയ്യുന്നുണ്ട്. അരുൺ, പ്രഭാത യോഗത്തിന് തുടക്കമായോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? പ്രഭാതയോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഈ 2 മണ്ഡലങ്ങളിലെ പ്രമുഖരും പങ്കെടുക്കുന്ന യോഗമാണ് ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ നവകേരള സദസ്സിൻ്റെ ഔദ്യോഗികമായുള്ള അവസാന പൊതുയോഗം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം കഴിഞ്ഞ 17-ന് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൈവളികയിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് ഇന്ന് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളോടുകൂടി വൈകിട്ട് അവസാനിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ നേരത്തെ കാനം രാജേന്ദ്രൻ നിര്യാണത്തിൽ തുടർന്ന് മാറ്റിവെച്ച മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇനി സദസ്സ് നടക്കാനുള്ളത്. ജനുവരി 1-2 തീയതികളിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഔദ്യോഗിക സമാപനമായി ഇതിനെ കാണാം.
ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തിയത്. ഒരു മന്ത്രിസഭ ഒന്നാകെ ഒരുമിച്ച് എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് 140 മണ്ഡലങ്ങളിലും സഞ്ചരിക്കുക എന്ന അപൂർവതയ്ക്കാണ് നവകേരള സദസ്സ് സാക്ഷിയായത്, ചരിത്രമായത്. സർക്കാരിൻ്റെ വാദം ശരിയാണെങ്കിൽ ഇത് രാഷ്ട്രീയ പരിപാടിയല്ല, പൂർണ്ണമായും സർക്കാർ പരിപാടിയാണ്. പ്രതിപക്ഷം ആദ്യഘട്ടം മുതൽ അതിനെ എതിർത്തു, തള്ളിപ്പറഞ്ഞു. ഇത് പൂർണ്ണമായും രാഷ്ട്രീയ പരിപാടിയാണ്. നമുക്കറിയാം, ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട്, ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയായിരുന്നു സർക്കാർ എന്ന വാദമാണ് പ്രതിപക്ഷം, ആരോപണമാണ് ഉയർത്തിയത്. പക്ഷേ സർക്കാർ ആദ്യഘട്ടം മുതൽ അതിനെ തള്ളിപ്പറഞ്ഞു. പൂർണ്ണമായും ഇത് സർക്കാർ പരിപാടിയാണ്, പ്രതിപക്ഷം കൂടി പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടിയാണ്. പക്ഷേ അത് വിട്ടുനിന്നു. ഇന്നലെ കാട്ടാക്കട നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചത് ഇനിയെങ്കിലും തെറ്റുതിരുത്തി പ്രതിപക്ഷം തിരുത്തലിന് തയ്യാറാകണം, ഇനിയെങ്കിലും അവർ പങ്കെടുക്കണം. ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളിലൂടെ എന്ത് പകയാണ് പ്രതിപക്ഷത്തിന് നവകേരള സദസ്സിനോടുള്ളത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. സർക്കാരിൻ്റെ വിലയിരുത്തലിൽ സർക്കാരിൻ്റെ കണക്കുകൂട്ടലുകൾ വലിയ വിജയമായി ഇത് മാറി എന്നത് വസ്തുതയാണ്. നമുക്കറിയാം, സ്വാഭാവികമായും സർക്കാർ പരിപാടി എന്ന് പറയുമ്പോഴും ആദ്യ പൊതുയോഗം മുതൽ രാഷ്ട്രീയ കാരണങ്ങളാണ് സർക്കാർ വിശദീകരിക്കേണ്ടി വന്നത്. പ്രതിപക്ഷം എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ, ഇതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. പക്ഷേ കണ്ണൂരിലെത്തിയതോടുകൂടി, കണ്ണൂർ കല്യാശ്ശേരിയിലെത്തിയതോടുകൂടി ഈ നവകേരള സദസ്സ് പിന്നീട് അക്രമ സംഭവങ്ങളുടെ ഒരു തുടർച്ചയായി മാറുകയും സദസ്സുമായി ബന്ധപ്പെട്ട് യാത്രകളെങ്കിലും അത്തരത്തിൽ അക്രമങ്ങളുടെ തുടർച്ചയായി മാറുകയായിരുന്നു. പലയിടത്തും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി. അവരെ നേരിടാൻ പോലീസിനൊപ്പം CPM DYFI പ്രവർത്തകരും തെരുവിലിറങ്ങിയത് സംഘർഷാവസ്ഥയെ കാരണമായി ക്രമസമാധാന പ്രശ്നമായി പലയിടത്തും മാറി. ഒടുവിൽ കൊല്ലമെത്തുമ്പോൾ തിരിച്ചടിച്ചാണ് യൂത്ത് കോൺഗ്രസ് പകരം വീട്ടിയത്. അതിനിടെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിനിടെ എറണാകുളത്ത് വെച്ച് ഷൂസ് വലിച്ചെറിയുന്ന സംഭവവും ഉണ്ടായി. ഷൂസ് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധവും ആ ഘട്ടത്തിൽ ഉണ്ടായി. അത്തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ പലയിടത്തും തെരുവിൽ ഏറ്റുമുട്ടലാണ്. CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതിനിടെ തന്നെ യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് അത് വലിയ സംഘർഷത്തിലെ അക്രമത്തിലേക്ക് നീങ്ങി. പിന്നീട് KSU മാർച്ച്, അതിനെതിരെ പോലീസ് നടപടിയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. ഇന്നും തലസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ചില പ്രതിഷേധ പരിപാടികളുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ DGP ഓഫീസ് മാർച്ചുണ്ട്, യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. നവകേരള സദസ്സിൻ്റെ യാത്രയ്ക്ക് ഭീഷണിയുമായി പലയിടത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിക്കുന്നുണ്ട്. അത്തരത്തിൽ സംഘർഷമയമാണ് നവകേരള സദസ്സിൻ്റെ അവസാനത്തോടെടുക്കുമ്പോൾ നമുക്ക് കാണാനാകുന്നൊരു കാഴ്ച. ഇതിനിടയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. ഗവർണർക്കെതിരായ പരസ്യ നീക്കങ്ങളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വന്നു. ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാന നില, സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകരാറിലാണെന്ന വാർത്താക്കുറിപ്പിലൂടെ അത്യസാധാരണമായ ഒരു പ്രഖ്യാപനം നടത്തി. SFI ഗവർണറെ തെരുവിൽ തടഞ്ഞു. ആ തെരുവിലിറങ്ങി നിന്ന് SI പ്രവർത്തകരെ ഗവർണർ വെല്ലുവിളിച്ചു. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കണ്ടത് സംസ്ഥാനം മുമ്പെങ്ങും കണ്ട തരത്തിലുള്ള നാടകീയ നീക്കങ്ങളായിരുന്നു. ഗവർണറുടെ കോഴിക്കോട് നഗരത്തിലെ സഞ്ചാരം, അദ്ദേഹം സുരക്ഷ വേണ്ടെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി നടന്നതൊക്കെ വലിയ വിമർശനം വിധേയമായി. ഏതായാലും ഈ നവകേരള സദസ്സ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യപൂർവമായ ഒരു നീക്കമാണെന്നൊരു സംശയമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കമാണ് ആദ്യ ദിനങ്ങളിൽ സഞ്ചരിച്ചത്. കേരള തലസ്ഥാനത്തിന് പുറത്ത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് റൂമിന് പുറത്ത് മന്ത്രിസഭായോഗം ചേർന്നു എന്ന അപൂർവതയ്ക്കും ഈ നവകേരള സദസ്സ് പല ദിവസങ്ങളിൽ സാക്ഷിയായി. അത്തരമൊരു പരിപാടിക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഔദ്യോഗിക സമാപനമാകുന്നത്. ഇതിൻ്റെ വിജയപരാജയങ്ങൾ ഇനി നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ എടുത്ത വലിയൊരു നീക്കമായി ഇതിനെ കാണണം. ഇതിന് രാഷ്ട്രീയ മാനങ്ങളുമുണ്ട്. അതിന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങൾ ഒന്നാകെ സജീവമാക്കാൻ ഈ യാത്ര ഉപകരിച്ചു എന്നതിൽ സംശയമില്ല. യെസ്, അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് KPCCയുടെ DGP ഓഫീസ് മാർച്ച് ഇന്ന് 1,00,000 ലക്ഷം പേരെ അണിനിരത്തി KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് KPCC അധ്യക്ഷൻ K. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് UDF കടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. രഞ്ജിനി, യൂത്ത് കോൺഗ്രസും KSUവും സെക്രട്ടേറിയറ്റിലേക്കും DGP ഓഫീസിലേക്കും നടത്തിയ മാർച്ച് സമാനതകളില്ലാത്ത സംഘർഷങ്ങളിലേക്ക് മാറുന്ന കാഴ്ച 2 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയാണ് KPCCയുടെ നേതൃത്വത്തിൽ സമാന വിഷയത്തിൽ DGP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ KPCC അധ്യക്ഷൻ K. സുധാകരൻ ആയിരിക്കും മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. പ്രതിപക്ഷ നേതാവ് VD സതീശന് പുറമെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം
ശശി തരൂർ ഉൾപ്പെടെയുള്ളവരും ഈ മാർച്ചിൽ പങ്കെടുക്കും. എംപിമാര്, MLA-മാര്, അതിനൊപ്പമാണ് 4 ലക്ഷത്തോളം കോൺഗ്രസ് പ്രവർത്തകർ കൂടി DGP ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുമെന്ന വിവരം KPCC നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലാണ് KPCCയും DGP ഓഫീസിലേക്ക് ഇത്തരമൊരു മാർച്ചുമായി രംഗത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും വലിയ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് KPCC ഓഫീസിൽ നിന്ന് K. സുധാകരന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ DGP ഓഫീസിന് മുമ്പിലേക്ക് നടന്ന് എത്തുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷ DGP ഓഫീസിന് സമീപത്ത് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇതേ വിഷയത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കലേക്കും 11:30-ക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. SFI DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ അയവുവരാതെ ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തത്. ഡാനി പോൾ വാർത്തകൾ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, എന്തായാലും പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുന്ന സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ പോയിരിക്കുന്നു. ഈ വിഷയത്തിൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? രഞ്ജിനി, ഇന്നലെ 4 പേരെ അടക്കം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്നതിന് നേതൃത്വം നൽകിയ DYFI നേതാവ് നിതിൻ പുല്ലിനെ കുറിച്ച് പോലീസിനെതിരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. നിതിൻ പുല്ലൻ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന ബാനർ വെക്കുന്നതും അത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പിന്നീട് ഈ രീതിയിലേക്ക് മാറുകയും ചെയ്തത്. SFIയിൽ നിന്ന് തുടങ്ങിയ തർക്കം പിന്നീട് DYFIയും അതോടൊപ്പം തന്നെ CPM-ഉം നേരിട്ട് ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നിരുന്നു. ഇന്നലെ നിതിൻ പുല്ലനെ DYFI നേതാവാണ്, ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ജീപ്പ് തല്ലി തകർക്കുന്നതിനടക്കം നേതൃത്വം നൽകിയ. തുടർന്ന് ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചെന്നെത്തിയ CPM പ്രവർത്തകർ ഇയാളെ ഇവരിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നീട് വ്യാപകമായ രീതിയിൽ പോലീസും CPM DYFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭത്തിലേക്ക് അടക്കം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. പലയിടത്തും തന്നെ ജില്ലയിൽ ചാലക്കുടിയിൽ പലയിടത്തും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങുന്ന അവസ്ഥയുണ്ടായി. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി പ്രവർത്തകർ പിരിഞ്ഞുപോയി. ജില്ലാ നേതൃത്വം, CPM ജില്ലാ നേതൃത്വം അടക്കം ഇടപെട്ടതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു. ഇന്നിപ്പോൾ 4 പേരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തവരെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് അറിയുന്നത്. മുഖ്യപ്രതിയായ നിതിൻ പുല്ലിന് വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. വണ്ടിപ്പെരിയാർ കേസിൽ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വിട്ടയച്ച കട്ടപ്പന പ്രത്യേക കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ. പ്രതി അർജുൻ സുധീറിനെ വിട്ടയച്ച വിധി റദ്ദാക്കണമെന്നാണ് സർക്കാർ അപ്പീലിൽ ആവശ്യപ്പെടുന്നത്. വസ്തുതകളും തെളിവുകളും വിലയിരുത്തുന്നതിൽ വിചാരണ കോടതിക്ക് തെറ്റുപറ്റിയെന്ന് അപ്പീലിൽ പറയുന്നു. ഇടവേള. മഞ്ഞയിൽ ആറാടാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ തത്സമയം ന്യൂസ് 18 കേരളത്തിൽ. കണ്ടവർ, ആഴത്തിൽ മനസ്സിലാക്കിയവർ, കണക്കുകളും ഡേറ്റകളും സൂക്ഷ്മ വിശകലനങ്ങളുമായി കിരൺ ബാബുവും മനു ഭരതും. സ്ത്രീ വോട്ടർമാര് അവർ കുറെ കൂടി പൊളിറ്റിക്കലി ഇൻഡിപെൻഡന്റ് ആയി വരുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ കാണാൻ കഴിയും. അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം ഈ ഗ്യാസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കയ്യിലുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശും കയ്യിലുണ്ടായിരുന്ന തെലങ്കാനയും രണ്ടും ഒരുപോലെ കൊണ്ടുകളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് അന്ന് എത്തിയത്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ BJPയുടെ ഒരു ഫൈറ്റ്. ചരിത്രം തിരുത്തിയാൽ നിങ്ങൾക്ക് ചരിത്രത്തെ മാറ്റാനാകുമോ എന്നൊക്കെ ചോദിച്ചാൽ ചരിത്രത്തെ മാറ്റാനാവില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ജയമാക്കി മാറ്റാനും തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ തീരുമാനിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ്. 50 എപ്പിസോഡുകൾ കടന്ന് ദ ഇലക്ഷൻ ചാനൽ, ദ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ അനലിറ്റിക്കൽ ഷോ. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മുതൽ 10 വരെയും ചൊവ്വ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ 9 വരെയും. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ഏകീകരണ തർക്കത്തിൽ ഔദ്യോഗിക തീരുമാനം വൈകുന്നു. ക്രിസ്മസ് ദിവസം ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന ധാരണയുണ്ടായെങ്കിലും സമയം സംബന്ധിച്ച് തീരുമാനമില്ല. ക്രിസ്മസിന് ശേഷം ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്ന വത്തിക്കാൻ നിർദ്ദേശം നടപ്പാക്കുമോ എന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ്.
പോലീസ് മേധാവിയുടെ വസതിക്കുള്ളിൽ പ്രവേശിച്ച് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ച സംഭവത്തിൽ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ മുരളീധരൻ, സജിൻ മുഹമ്മദ്, ഷെബിൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡിജിപിക്ക് പരാതി നൽകാനെത്തിയ തരത്തിൽ വന്നവരെ തടയാൻ കഴിഞ്ഞില്ല. ഗേറ്റ് തുറന്നു കൊടുത്തത് തെറ്റായ നടപടിയാണെന്നും നിരുത്തരവാദപരമായും അശ്രദ്ധേയമായും ഉദ്യോഗസ്ഥർ പെരുമാറിയെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. പ്രതിഷേധ സമരം റിപ്പോർട്ട് ചെയ്ത കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. മണ്ഡലപൂജയ്ക്കൊരുങ്ങി സന്നിധാനം. അവധി ദിവസങ്ങൾ കൂടി തുടങ്ങിയതോടെ തീർത്ഥാടകരുടെ വൻ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ 18ാം പടി കയറിയത് പോലീസിന്റെ കണക്ക് പ്രകാരം 96,348 പേരാണ്. ഇന്നും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ പലയിടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്രിസ്തുമസ് അവധി ദിവസങ്ങളിൽ തുടങ്ങിയതോടെ സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 96,000 അയ്യപ്പന്മാർ 18ാം പടി കയറിയെന്ന് പോലീസ് പറയുന്നു. ഇന്ന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വിർച്വൽ ക്യൂ വഴി 90,000 പേർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വരും. എങ്ങനെ വന്നാലും 1,00,000-ലധികം പേർ അയ്യപ്പന്മാർ ഇന്ന് സന്നിധാനത്ത് എത്തുമെന്നൊരു കണക്കൂട്ടലാണുള്ളത്. രാവിലെയും നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പാച്ചിമേട്ടിലേക്ക് അയ്യപ്പന്മാരുടെ വരി നീണ്ടിട്ടുണ്ട്. അപ്പാച്ചിമേട് മുതൽ നിലവിൽ നിയന്ത്രണങ്ങൾ ഉണ്ട്. സാധാരണഗതിയിൽ മരക്കൂട്ടം മുതലാണ് നിയന്ത്രണങ്ങൾ. ഇപ്പോൾ അപ്പാച്ചിമേട്ടിലേക്ക് വരി നീണ്ടതോടെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി കാത്തു നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അയ്യപ്പന്മാർക്ക് 8-10 മണിക്കൂർ പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ എടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതേ സാഹചര്യമാണ് തുടരുന്നതെങ്കിൽ പമ്പയിലേക്ക് അയ്യപ്പന്മാരുടെ വരവിനും നിയന്ത്രണം ഏർപ്പെടുത്തും. കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ കൂടി സന്നിധാനത്ത് തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ ഒരു തിരക്ക് ഉണ്ടാകും എന്ന് തന്നെ വേണം കണക്കുകൂട്ടാൻ. അതേസമയം മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ദേവസ്വത്തിന്റെ കർപ്പൂരാഴി ഘോഷയാത്ര ഇന്ന് വൈകുന്നേരമാണ് നടക്കുക. ഇന്നലെ പോലീസിന്റെ കർപ്പൂരാഴി നടന്നിരുന്നു. 26-ാം തീയതിയാണ് അയ്യപ്പന് ചാർത്താനുള്ള തങ്കഅങ്കിയുമായിട്ടുള്ള ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുക. 27-ാം തീയതി ഉച്ചയ്ക്ക് 11 മണിക്കാണ് നിലവിൽ മണ്ഡലപൂജ സമയം കുറിച്ചിരിക്കുന്നത്. വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വരും മണിക്കൂറുകളിലും കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. മലയ്ക്ക് വരുന്ന അയ്യപ്പന്മാർ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, തിരക്ക് കൂടുമ്പോൾ പമ്പയിലേക്ക് എത്താൻ ഏറെ സമയമെടുക്കും. അതുപോലെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുവാനും മണിക്കൂറുകൾ എടുത്തേക്കും. KP സന്ദേശനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി